നമസ്കാരം. മണി മാജിക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിക്ഷേപിക്കേണ്ട പല നിക്ഷേപ മാർഗ്ഗങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അത്തരത്തിലുള്ള നിക്ഷേപ മാർഗ്ഗം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായി നമ്മൾ നിക്ഷേപിക്കുന്ന ആ നിക്ഷേപ മാർഗ്ഗത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ FD അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളിൽ രണ്ടിനും രണ്ട് തരത്തിലുള്ള റിസ്ക് ആണുള്ളത്. ഇപ്പോൾ FD ആണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക ഏതാണ്ട് 100% തന്നെ ഉറപ്പാണ്. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഫ്ലക്ച്വേഷൻ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരുപക്ഷെ നമുക്ക് തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയത്ത് മാത്രം നമ്മൾ നമ്മുടെ അസറ്റ് ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉൾപ്പെടെ എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏത് അസറ്റ് ക്ലാസ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ അസറ്റ് ക്ലാസ്സിനെ പറ്റിയുള്ള കൃത്യമായ റിസ്ക്കും റിട്ടേണും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ പോയിൻ്റ് കോസ്റ്റാണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള കോസ്റ്റുകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ, ഇങ്ങനെയുള്ള ടാക്സ്, അങ്ങനെ പലതരത്തിലുള്ള ചാർജസുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാർജസുകളെ പറ്റി നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തേത് നമ്മൾ ഗോൾ ബേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ വീട് പണിയണം, അല്ലെങ്കിൽ കാറ് വാങ്ങണം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, ഇങ്ങനെയുള്ള കൃത്യമായ രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്ത് വാങ്ങണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഷോർട്ട് ടൈം ഗോളും ലോങ് ടൈം ഗോളും ഉണ്ട്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 വർഷം അല്ലെങ്കിൽ 30 വർഷം അദ്ദേഹത്തിന് സമയം കിട്ടും. അപ്പോൾ കുറച്ച് റിസ്ക്കി ആയി കൂടുതൽ റിട്ടേൺ കിട്ടുന്ന പ്ലാൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതേസമയം 2-3 വർഷത്തേക്കുള്ള ഒരു ചെറിയ ഗോളാണെങ്കിൽ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടാതെ തിരിച്ച് കിട്ടത്തക്ക രീതിയിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ വേണം തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത് അസറ്റ് അലോക്കേഷനാണ്. പലതരത്തിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളുണ്ട്. ഇതിൽ ഓരോന്നിലും നമ്മൾ റിസ്ക് അനുസരിച്ച് വേണം നിക്ഷേപിക്കാൻ. റിസ്ക് കൂടുതലുള്ളതും റിസ്ക് കുറഞ്ഞതുമായ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്താൽ നമുക്ക് വലിയ പരിക്കില്ലാതെ നല്ല റിട്ടേണോടുകൂടി നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അസറ്റ് അലോക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റൊന്ന് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ്. അതായത് നമുക്കറിയാം ഒരു ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ 6 to 7% കിട്ടും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എബവ് 15% കിട്ടും. അങ്ങനെ നമ്മളൊരു ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലേ പോകാവുള്ളൂ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ 50% അല്ലെങ്കിൽ 100% എന്നുള്ള രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ധാരണയിലെത്താതെ ഏകദേശം ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ അത് മാത്രം പ്രതീക്ഷിച്ചാണ് ഇത്തരം അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അടുത്തത് നമുക്ക് പറ്റിയ നിക്ഷേപ മാർഗ്ഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ പറഞ്ഞു റിസ്ക് അനുസരിച്ച് വേണം നിക്ഷേപിക്കണം എന്നുള്ളത്. ചിലർക്ക് ₹1 പോലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ അത്രയും സേഫ്റ്റിയുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത്തരത്തിൽ റിസ്ക് എടുക്കാൻ ഇപ്പോൾ പ്രായം കുറഞ്ഞ ഒരാൾ, ഇപ്പോൾ ജോലി കിട്ടി ഒരു 25-30 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ കൂടുതൽ കാലയളവിലേക്ക് നിക്ഷേപം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അല്പം റിസ്ക്കുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇതാണ് കൂടുതൽ റിട്ടേൺ നൽകുന്നത്. ഇനി അത്രയും സമയമില്ലാത്ത ഒരാൾ, ഒരു 50 വയസ്സുള്ള ഒരാൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് പോകുമ്പം ആ 25 വയസ്സുകാരനെടുത്ത് അത്ര റിസ്ക്കുള്ള അസറ്റ് ക്ലാസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പറ്റിയ നമ്മുടെ പണത്തിനെ പറ്റിയുള്ള നമ്മുടെ റിസ്കിനനുസരിച്ച് ഉള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു അസറ്റ് ക്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ, നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.